ഗോതയില് പടത്തിന്റെ തുടക്കത്തിൽ ഞാൻ പടത്തിന്റെ തുടക്കത്തില് പഞ്ചാബിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണല്ലോ പിന്നെ സിനിമ വാമികയുടെ ക്യാരക്ടർ നാട്ടിലേക്ക് വരുന്നതൊക്കെ ഉള്ളു. അപ്പോൾ പക്ഷെ നമ്മൾ നാട്ടിലത്തെയാണ് ആദ്യം മൊത്തം ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചാബിൽ പോയിട്ട് അത് ഷൂട്ട് ചെയ്യണം. അങ്ങനെ അത് അപ്പോൾ കണ്ടിന്യൂറ്റി വൈസ് പഞ്ചാബിലാണ് ആദ്യം വരിക, അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കണൊക്കെ വരിക. അതൊന്ന് മനസ്സിൽ വെച്ചോ, ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അവിടെ വെച്ചാൽ രണ്ട് പഞ്ചാബികൾ തന്നെ ഇട്ട് ഇടിക്കണൊക്കെ ഉണ്ട്, ഞാൻ മറ്റു പുള്ളിനെ കറക്കി എറിയുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഈ പഞ്ചാബികൾ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൊള്ളിക്കാണ്ട് ഇടിക്കാനായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ഓവർലാപ്പ് വരും വേണമല്ലോ. അപ്പോൾ ക്ലോസ് ആയിട്ടാണ് ഇടിക്കണം, കൊള്ളിക്കാണ്ട് ഇടിക്കണേ. അന്ന് ഫുൾ പവറിൽ ഇങ്ങനെ ഇടിക്കണം. അപ്പോൾ ഞാനെല്ലാത്തിനും റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എനിക്കൊരു ടെങ്ങൊരു ശബ്ദം എന്ന് വെച്ചാൽ ഇവരുടെ കൈയല്ല കൊണ്ടത്, മറ്റേ വളയില്ലേ, ഒരു ഇത്രയും കട്ടിയുള്ള വള. ആ വള വന്നൊരു തട്ടുകട്ടി എന്നിട്ട് ഞാൻ പിന്നെ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടി കൊണ്ടുപോയിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്കും വാമിക ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ദാസ് കുറച്ചിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ വെച്ചാൽ ഇവളുടെ ഒരു സജഷൻ പോലത്തെ എൻ്റെ ഫേസ് കാണുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഇവള് എന്റെ മുഖത്ത് കണ്ണിലേക്ക് നോക്കി സംസാരിച്ചിട്ട് പെട്ടെന്ന് നോട്ടം ഒന്ന് നെറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ വേദനയുള്ളൂ, മുറിഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. നോട്ടം ഷിഫ്റ്റ് ആയപ്പോ അവൾ അവിടെ എന്തോ നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി മുറിഞ്ഞു, എന്റെ മുഖത്താണല്ലോ മുറിഞ്ഞത്, സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഷോട്ട് കഴിഞ്ഞ് കട്ട് വിളിച്ചിട്ട് എല്ലാരും നെറ്റി മുറിഞ്ഞല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോ എല്ലാരും മറ്റേ ചെറിയ ഒരു കരുതൽ, അയ്യോ നെറ്റ് കുറ്റിയത് മരുന്ന് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോ ഇവന്റെ റിയാക്ഷൻ എന്താ അറിയാം, എന്റെ കണ്ടിന്യൂറ്റി ഡയറക്ടർ സാർ. കാരണം കേരളത്തിലെടുത്ത സീനുകളിലൊന്നും നെറ്റിയിൽ മുറിവില്ല. ഇത് അതായത് ഇവിടെ വരണതിന് മുമ്പ് കേരളത്തിൽ നെറ്റിയിൽ മുറിവായിട്ടല്ല പഞ്ചാബിലേക്ക് തിരിച്ചു പോകുമ്പോഴും നെറ്റിയിൽ മുറിവില്ല. അതെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവനെ എന്തെങ്കിലും വല്ല ഹാർട്ട് അറ്റാക്കും വന്നാലേ ഇവന് ഹൃദയമുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു തരുള്ളൂ. പണ്ട് ടൊവി അഭിനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ സിനിമകളിലേക്ക് വില്ലൻ വേഷത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടൊവിക്ക്. പറഞ്ഞു എനിക്ക് തുടങ്ങിയ കാലഘട്ടമാണല്ലോ, അപ്പോൾ എനിക്കൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒക്കെ വില്ലനായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ടൊവിയുടെ അവസ്ഥ ഞാൻ ആലോചിക്കണേ, വന്ന് ബേസിലിന്റെ വരെ വില്ലനാവേണ്ട അവസ്ഥ. എന്താലേ ടൊവി, നീ എവിടെ, നീ സ്വപ്നം കണ്ട നീ എവിടെ, ഇപ്പൊ നീ എവിടെ? നമ്മള് പല സ്വപ്നങ്ങളും കാണും, പക്ഷെ വിധി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്നായിരിക്കാം. അതെ, ഇറ്റ്സ് ഓക്കെ മാൻ, ലൈഫ് ഷിറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. ഓക്കെ അല്ലേ? എന്റെ ഒരു സ്വപ്നം അതായിരുന്നു, എന്ന് വില്ലനാക്കുക എന്നുള്ളൂ. അല്ലല്ല, ഒരു സൂപ്പർ സ്റ്റാറിന്റെ അഗെയിൻസ്റ്റ് സൂപ്പർ സ്റ്റാർ ഒരു വില്ലനായിട്ട് എന്റെ ഓപ്പോസിറ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള. അല്ല, എനിക്ക് സത്യം പറഞ്ഞാലല്ലോ വില്ലൻ എന്നുള്ളതിനേക്കാൾ ഞാൻ ഈ ക്യാരക്ടറിനെ വില്ലനായിട്ടല്ല കാണുന്നത്. കാണുന്നവർക്ക് വേണമെങ്കിൽ നായകനായിട്ട് കാണുകയും വേണ്ട, അതിന് വേറെ ആളുണ്ട്. അതായത് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ എനിക്ക് പേഴ്സണലി ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് സാംകുട്ടിയേക്കാളും ഇഷ്ടം ശ്രീകുട്ടനോടാണ്. അയ്യോടാ, വ്യക്തിപരമായിട്ട് ഒരു രണ്ട് വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ സാംകുട്ടിക്ക് എന്താ മോശം? എന്താ മോശമല്ലാത്ത അല്ല, അങ്ങനെയല്ല. എനിക്ക് ഇയാളെ ശ്രീകുട്ടൻ വെള്ളായണിയെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. പുള്ളിയായിട്ട് കമ്പനി ചേട്ടാ അങ്ങനെ ഒരു കമ്പനി ആവാൻ ഇതാകുമ്പോ സൗണ്ട് കുട്ടാ എന്ന് ആ ഒരു വ്യത്യാസം, റെസ്പെക്ട് ഒക്കെ എനിക്ക് ശ്രീകുട്ടനോടാ. ശ്രീകുട്ടനോട് ഒരു നമുക്ക് ആരാധന തോന്നാൻ സാധ്യതയുണ്ട്. ചേട്ടാ ബ്രോ എന്നാ പൂർണ്ണമായും പുള്ളി അത്ര മാസമല്ല, മണ്ടനുമാണ് എങ്കിലും. പക്ഷെ ഞാൻ ഈ ക്യാരക്ടറിനെ കാണുന്നതും ഇവരെന്നെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സന്തോഷവും എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്തത് നന്നാവുന്ന ഇവർക്ക് തോന്നിയതുകൊണ്ടാണല്ലോ വിളിച്ചത്. എന്തായാലും ഈ പടം ഇവര് ഓൾറെഡി എന്താ പറയാ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങാൻ നിൽക്കുന്നു എന്നുള്ള പോലെ അല്ലെ, ആ സമയത്ത് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി നിൽക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഫൈനൽ ആയിട്ടുള്ള അങ്ങനെ ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ആദ്യം അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 3 ദിവസത്തെ ഒരു കാമിയോ. അപ്പൊ ഈ സിനിമയുടെ ബഡ്ജറ്റും എല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇവരെന്നെ വിളിച്ചിരിക്കുന്നത് ഫ്രണ്ട് ആയതുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ എന്നെ പടം തുടങ്ങുമ്പോഴേ വിളിക്കണം അല്ലെ, അല്ലെങ്കിൽ എന്റെ ബാങ്കബിലിറ്റി ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് ഇടുന്നതിന് മുമ്പെങ്കിലും വിളിക്കണം. ബഡ്ജറ്റ് ഇട്ട് ഷൂട്ട് തുടങ്ങാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുന്ന സമയത്ത് ആസ് എൻ ആക്ടർ ഇവർക്ക് ഞാനത് ചെയ്താൽ നന്നാവുമെന്ന് തോന്നിയതുകൊണ്ട് വിളിച്ചേക്കണം.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അത് അല്ല, അത് റെസ്പെക്ട് ആണ്. റീസൺ അത് മനസ്സിലായില്ലേ, നിന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ സിനിമ നടക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ ഇതില് ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടോ അതുവരെ അണ്ണ ഇറക്കല്ലേ. ശമ്പളം ഒന്നും തന്നില്ലെന്നേ. ഞാനത് ചോദിക്കാൻ വന്നേ. അതായത് ഇപ്പൊ വില്ലന്റെ കാര്യം പറയുകയാണെങ്കിൽ ടൊവിനെ ഞാൻ അപൂർവം സാധനങ്ങൾക്കാണ് മറ്റേ അളിയാ ഇത് മറ്റേ പരിപാടി കാള എന്ന് പറയുന്ന സിനിമയിൽ മറ്റേ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിൽ വില്ല വേഷത്തിൽ അഭിനയിച്ച ആളാണ്. അപ്പം ടൊവിയുടെ അത്ര വലിയ മനസ്സൊന്നും ഇവനില്ല. സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കാനുള്ള അങ്ങനൊന്നുമില്ല. ഞാൻ എത്ര പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജയകയിൽ വില്ലനായിട്ട് അഭിനയിച്ചു. നീയാണോ പ്രൊഡ്യൂസ് ചെയ്തത്? ആ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എന്താ കാശില്ലായിരുന്നു. അതെന്താ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. എന്റെ കാശിനായിട്ടാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തോ? കള നീ പ്രൊഡ്യൂസ് ചെയ്തു? ആ ശരിയാണല്ലോ അല്ലേ. കള അവൻ പ്രൊഡ്യൂസ് ചെയ്ത് അവൻ വില്ലനായ സിനിമയല്ലേ. ഓ കണ്ടോ ആ മറ്റേ ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടിയില്ലെന്നേ. ഞാനതാ ചോദിക്കാൻ വന്നേ. ഇപ്പൊ ടൊവിക്ക് ഇപ്പൊ കുറച്ചായിട്ട് പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടല്ലോ. ബേസിലിന്റെ ഇപ്പോഴും ഒരു ധാരണയില്ല. ഞാനിത് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്സ് ഇൻവോൾവ് ആണ്. അത് കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് അതിനെ പറ്റിയിട്ട് ഇപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും നമ്മള് ആ ഇപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പേര് വെച്ചേക്കുന്നത് വെച്ചാൽ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം അതിനകത്ത് എനിക്ക് ഫുൾ ശമ്പളം മേടിച്ച് അഭിനയിക്കുന്നത് മര്യാദയല്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് പകുതി ശമ്പളം. പക്ഷെ അതും വെച്ചിട്ട് പൊട്ടനെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് ഇവനിരിക്കുന്നത് മര്യാദയല്ല. അതുകൊണ്ട് ഇവനിക്ക് ശതമാനവും തന്നു. മനസ്സിലായി. അപ്പൊ ഈ രണ്ട് മര്യാദകളുള്ള കാരണം കൊണ്ട് ഇവനെനിക്ക് ഒരു പെർസെന്റേജ് പെർസെന്റേജ്. അപ്പൊ എനിക്ക് പ്രൊഡക്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ ഒരു ഐഡിയ ഉണ്ട്, ക്രിയേറ്റീവ് ഐഡിയ ഉണ്ട്. അതല്ലാതെ മാത്സ് അങ്ങനത്തെ ഐഡിയ ഇല്ല. ബാക്കിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഐഡിയ ഉണ്ട്. അത് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ നമ്മുടെ കൂടെ ഇപ്പൊ എന്റെ ചേട്ടനും എന്റെ മാനേജർ ഗോകുലും ഇവരൊക്കെ കൂടിയിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവനും അങ്ങനെ തന്നെയല്ലേ. അല്ലാതെ ഇവനല്ലല്ലോ രാത്രി ഇരുന്ന് കണക്ക് നോക്കണം പ്രൊഡക്ഷനിൽ. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് മേഖലയിൽ ആ സ്ട്രെസ് ബാധിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട് ബേസിലെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയിട്ട്? ഇതുപോലെ തന്നെയാണ്. ഈ ഭയങ്കര അത്രയും സ്ട്രെസ് ഏറ്റെടുക്കുക, പ്രൊഡക്ഷൻ നമ്പേഴ്സിന്റെ ബിസിനസിന്റെ സ്ട്രെസ് ഒന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും കൂടെ നമുക്ക് പറ്റൂല. ഓൾറെഡി ഇപ്പൊ അല്ലാണ്ട് കുറെ പണികൾ വേറെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതിന്റെ ഇടയിൽ ഇതും കൂടെ. പക്ഷെ ഇത് ആ പേരിന്റെ പേരിൽ വരുന്നത് കൊണ്ടുള്ള ഒരു ബാധ്യത ഉണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈക്ക് ആ സിനിമ ആസ് എ ഹോൾ, ആ ഒരു ക്രിയേറ്റീവ് വിഷന്റെ കൂടെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. കാരണം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സംവിധാനം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഉണ്ടാവാ. എന്റെ മക്കൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടല്ലോ. നമ്മൾ കുറച്ചുകൂടെ എല്ലാവരും ടെക്നിക്കലി ഒക്കെ ക്രിയേറ്റീവ്ലി അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവർക്കും എന്താണ് ഈ സിനിമ എന്നും എന്താണ് ഇതിന്റെ ഒരു ഐഡിയ, എന്താ വിഷൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നിൽക്കുക. നമുക്കും കുറയ്ക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലും കുറയ്ക്കാനും പറ്റില്ല. അറിയാലോ ഇതൊക്കെയാ വേണ്ടത്, ചെയ്ത് പറയാനുള്ള അല്ലാതെ. പക്ഷെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ചിലപ്പോൾ കൂടുതലൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്തെങ്കിലുമൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഇൻവോൾവ്മെന്റ്.